ഹായ്, എസ്എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് നമുക്ക് വാട്സപ്പിലൂടെ ഒരാളുടെ ഫീലിങ്സ് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അതായത് അവർക്ക് നമ്മൾ ഇഷ്ടമാണോ അല്ലേ എന്നുള്ളതൊക്കെ വാട്സപ്പ് ചാറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് കുറേ പേർക്ക് അറിയുന്നുണ്ടായിരിക്കും, എങ്കിലും അറിയാത്ത കുറേ ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അവർ ചിലപ്പോൾ ഓപ്പണായിട്ട് നിങ്ങളോട് ഐ ലവ് യു, ഐ മിസ് യു ഇതൊന്നും പറഞ്ഞോളണമെന്നില്ല. എന്നാൽ പോലും ഈ പറയുന്ന രീതിയിലൊക്കെയാണ് അവർ ആ ഒരു ചാറ്റിങ്ങും കാര്യങ്ങളും എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവർക്ക് നിങ്ങളെ വളരെയധികം ഇഷ്ടമാണ്, അവർക്ക് അത്രയും ഫീലിങ്സ് നിങ്ങളോട് ഉണ്ട് എന്നുള്ളത്. സോ നമുക്ക് അതിൻ്റെ സൈനുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മെസ്സേജ് ഫ്രീക്വൻസി ആൻഡ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് അവരായിരിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ എന്തൊരു കാര്യമാണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ തിരക്കുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരിക്കും. അഥവാ തിരക്കിൻ്റെ ഇടയിൽ നിങ്ങൾ അയക്കുന്ന മെസ്സേജിന് വലിയ രീതിയിൽ റിപ്ലൈ തരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വളരെ ഷോർട്ടായിട്ടുള്ള റിപ്ലൈസ് ആയിരിക്കും തരുന്നുണ്ടാവുക. അതുകൊണ്ട് ചിലപ്പോൾ അവർ പറയുന്നുണ്ടായിരിക്കും തിരക്കാണ്, സോ അത് കഴിഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് അതെന്താണെന്നുള്ളത് അവർ പിന്നെ വിളിക്കുമ്പോഴോ മെസ്സേജ് അയക്കുമ്പോൾ പറയും ഇന്ന തിരക്കായിരുന്നു അതുകൊണ്ടാണ് എന്നുള്ളത്. അവരത് പറഞ്ഞ് ഓക്കെ ആക്കാൻ നോക്കും എന്നുള്ളതാണ്. അതായത് പ്രത്യേകിച്ച് നമുക്കിടയിൽ ഒരു ഡൗട്ടും കാര്യങ്ങളൊന്നും വരാതെ എല്ലാം അവർ ഓക്കെ ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതും അവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതായത് എപ്പോഴും അവർ മെസ്സേജ് അയക്കാനായിട്ട് തുടക്കം കുറിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളിങ്ങനെ മെസ്സേജ് അയക്കാതിരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക മെസ്സേജിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങളും അങ്ങോട്ട് അയക്കാനൊക്കെ തുടങ്ങുന്നുണ്ടായിരിക്കും. എപ്പോഴും ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് അവരുടെ ഭാഗത്തു നിന്നായിരിക്കും. നിങ്ങൾ അയക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നും ഇരിക്കില്ല, അവർ തന്നെ അയക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു വലിയൊരു രീതിയിലുള്ള ജാടയോ കാര്യങ്ങളൊന്നും അവർ ഇടില്ല എന്നുള്ളതാണ്. അതിങ്ങനെ എപ്പോഴും മെസ്സേജ് അയക്കാൻ ഒരു ടെൻഡൻസി കാണിക്കുന്ന ഇനീഷ്യേറ്റീവ് ഒക്കെ എടുക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഈ ഒരു കാര്യത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ഇൻട്രസ്റ്റ് മുഴുവൻ നിങ്ങളോടാണ് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ടൈപ്പിംഗ് സ്റ്റൈല് നോക്കുക. അതായത് ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് അവർ പറയാനായിട്ട് ശ്രമിക്കും. ഫുൾ ഡീറ്റെയിൽസും അവർ പറഞ്ഞു തരും എന്നുള്ളതാണ്. നമ്മൾ മിക്കവരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ അതിനെ ചുരുക്കാൻ പറ്റുക അത്രയും ചുരുക്കിയിട്ടാണ് അയക്കുന്നുണ്ടാവുക. മിക്ക ആളുകളും അങ്ങനെയാണ്. പക്ഷേ ശരിക്കും നമ്മളോട് ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് അത് ഫുൾ ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. മെസ്സേജിലൂടെ തന്നെ അവരത് അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ അയക്കുന്നതിൻ്റെ ഇടയിൽ കുറേ ഇമോജീസ് ഒക്കെ അയക്കുന്നുണ്ടായിരിക്കും. അതായത് എപ്പോഴും ചാറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറേ ഇമോജീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ സ്പെഷ്യൽ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഡിയർ, ബേബി കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അയ്യോ ഇതൊക്കെയൊന്നും തോന്നുന്നുണ്ടാവും, പക്ഷേ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ അവരുടെ ഒരു ടൈപ്പിംഗ് സ്റ്റൈലിൽ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് ഭയങ്കര നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളോട് അയക്കുന്ന രീതിയാണെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു ടൈപ്പിംഗ് സ്റ്റൈലൊക്കെ ആയിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൾ ചോദിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പം നിങ്ങൾ ഏത് മൂഡിലാണ് ഇരിക്കുന്നത്, നിങ്ങൾ ഓക്കെ ആണോ, ഹാപ്പി ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. നിങ്ങൾ ഫുഡ് കഴിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യാനായിട്ട് ആൾ ശ്രമിക്കും. നിങ്ങളുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ആൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും, നോക്കുന്നുണ്ടാവും. അത് മീൻസ് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് നിങ്ങളെ കെയർ ചെയ്യാൻ ശ്രമിക്കും. നിങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ആ ദിവസത്തെക്കുറിച്ചും ഒക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കും എന്നുള്ളതാണ്. നിങ്ങൾ എവിടെയാണ് പോയത്, അല്ലെങ്കിൽ ഓക്കെ ആണോ, തിരിച്ചെത്തിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ അവർ ചോദിക്കുന്നുണ്ടാവും. അങ്ങനെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ആൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. ആ ഒരു ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും ആൾ ചോദിച്ച് മനസ്സിലാക്കും എന്നുള്ളതാണ്. എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇന്ന് കോളേജിൽ അല്ലെങ്കിൽ ഓഫീസിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്, അങ്ങനെ കൂടുതലും കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ആൾ നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള നമ്മളെക്കുറിച്ച് അറിയാനുള്ള വലിയ ആഗ്രഹം അവരുടെ മനസ്സിൽ നമുക്ക് ഉണ്ട് എന്നുള്ളത് അറിയാനായിട്ട് ഈ ഒരു ചാറ്റിങ്ങിലൂടെ കഴിയും എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഒരു ഇമോഷൻ എങ്ങനെയാണെന്നുള്ളത് ആൾ ശ്രദ്ധിക്കും. നിങ്ങൾ സാഡ് ആയിട്ടാണ് മെസ്സേജ് അയക്കുകയെന്നുണ്ടെങ്കിൽ ആളും പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ്ലി ആളും സാഡ് ആവുന്നത് കാണാൻ പറ്റും. നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ മെസ്സേജ് അയക്കുന്ന ടൈമിൽ ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അങ്ങനെ നിങ്ങളുടെ മൂഡ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ആളും ചേഞ്ച് ആവാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അതേപോലെ ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരാളെ കുറിച്ച് പറയുന്ന സമയത്ത് മേ ബി അവർക്കൊരു ജലസി, അസൂയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെയും ഒരു റിയാക്ഷൻ അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഇമോഷണലി അവരെങ്ങനെയാണ് ഇരിക്കുന്നത്
അല്ലെങ്കിൽ അവരുടെ മൂഡ് ഏത് രീതിയിലുള്ളതാണെന്നൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു ജലസിയും കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതും നമ്മളുടെ മൂഡിനനുസരിച്ച് ആൾ ചേഞ്ച് ആവുന്നതും ഒക്കെ ഒരു പോസിറ്റീവ് സൈനാണ്. മീൻസ് നിങ്ങൾ അത്രയധികം സ്നേഹിക്കുന്ന ഒരാൾക്കേ അങ്ങനെ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾ ഒത്തിരി വിഷമിച്ചാണ് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ മെസ്സേജ് സ്റ്റോപ്പ് ചെയ്ത് പോകുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ കാരണം അന്വേഷിക്കും, നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ളത് തിരക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അതും ഒരു പോസിറ്റീവ് സൈനായിട്ട് നമുക്ക് എടുക്കാം. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവർ നിങ്ങൾക്ക് തരുന്ന സമയമാണ്. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങൾ എത്ര വിളിച്ച് സംസാരിച്ച ആളുകളാണെങ്കിലും ഒരു ദിവസം ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ സമയം സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകളായിരിക്കും, ഫോണിലൂടെ സംസാരിച്ച ആളായിരിക്കും, ചിലപ്പോൾ നേരിട്ട് കണ്ടതായിരിക്കും. എങ്ങനെയാണെങ്കിലും രാത്രി കിടന്നുറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആൾ നിങ്ങൾക്കൊന്ന് മെസ്സേജ് ഇട്ടിട്ടേ കിടന്നുറങ്ങുന്നുണ്ടാവുള്ളൂ. അതേപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടാണ് ആൾ ചിലപ്പോൾ എഴുന്നേറ്റ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും നിങ്ങളിലൂടെ ആയിരിക്കും അവരുടെ ലൈഫിൽ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് എല്ലാവരും ചെയ്തോളണം എന്നില്ല. ചിലപ്പോൾ ഇത് കാണുന്ന ആളുകൾ സ്നേഹിക്കുന്ന പകുതിമുക്കാൽ ആളുകളും സ്നേഹിക്കുന്നവർ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരായിരിക്കില്ല. അത് ഓരോരുത്തരുടെ ക്യാരക്ടർ വൈസ് ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ അയ്യോ ഇങ്ങനെയൊന്നും എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ പാർട്ണർ ചെയ്യാറില്ല, അപ്പോൾ അവർക്ക് അതിന് ഇഷ്ടമല്ല അല്ലേ എന്ന് വിചാരിക്കും. ബാക്കി മുകളിൽ പറഞ്ഞ 4 കാര്യങ്ങളും അങ്ങോട്ട് മറന്നു കളയും. ആ ഒരു സമയത്ത് അതൊക്കെ ചെയ്യണ്ടെങ്കിലും അതൊക്കെ മറന്നു കളയും. എന്നിട്ട് ഈ കാര്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതിൽ കയറി പിടിക്കും. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഞാൻ ഈ പറഞ്ഞ ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, എല്ലാ ആളുകളും ഇങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല, ഡിഫറെൻ്റ് ഉണ്ടായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളും അങ്ങനെയാണ്, എല്ലാവരും ഇങ്ങനെ ആവും നമ്മൾ പറയുന്നില്ല. പക്ഷെ പൊതുവെ ഇങ്ങനെ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ സൈനുകൾ കാണുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു ഭാഗ്യമാണെന്നൊക്കെ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. നമുക്ക് അങ്ങനെ കിട്ടണം എന്നില്ല എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞെങ്കിൽ അത് ഭാഗ്യമായിട്ടുള്ള കാര്യമാണ്. സോ ചെറിയൊരു കാര്യത്തിൻ്റെ പേരിലൊന്നും നിങ്ങൾ അവരെ സംശയിക്കുകയോ ദേഷ്യപ്പെട്ട് ആ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാതെ ഒന്നും ഇരിക്കുക. ഇങ്ങനെയും നിങ്ങളെ സ്നേഹിക്കാൻ ആർക്കും കഴിഞ്ഞൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന അവരുടെ ടെക്സ്റ്റിംഗ് രീതി എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഞാൻ പറയുന്നു, അവരുടെ ഫീലിങ്സ് ഫുള്ള് നിങ്ങളോടാണ്, നിങ്ങളോട് അത്രയും ഇഷ്ടമുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. സോ വാക്കുകളിലൂടെ ഒന്നും വലിയ രീതിയിൽ സ്നേഹം, ഇഷ്ടം എന്നുള്ളത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും, അതായത് തുറന്നടിച്ച് പറയുന്നില്ലെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഫുള്ള് നിങ്ങളാണെന്നുള്ളത് തിരിച്ചറിയാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കുറേ പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്